ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ബീഹാർ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ അന്തിമ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. വിദേശികൾ ഉൾപ്പെടെ അനർഹർ വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഭരണഘടനാപരമായ കടമയാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എസ്ഐആറിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. സോമനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്ന് 2026 1000 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ആരംഭിച്ച സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സ്വാഭിമാൻ പർവിൽ പങ്കെടുക്കും. സോമനാഥിനെക്കുറിച്ചുള്ള സ്മരണകൾ സോമനാഥ് സ്വാഭിമാൻ പർവ് എന്ന ഹാഷ്ടാഗിൽ പങ്കുവയ്ക്കാൻ ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതവും സമൃദ്ധവുമാക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത രാജ്യമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2047 വികസിത രാഷ്ട്രമാകാനുള്ള പ്രവർത്തനങ്ങൾക്ക് വ്യവസായ സംരംഭകർക്ക് കൂടുതൽ സംഭാവനകൾ ചെയ്യാനാകുമെന്നും ഗവർണർ പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ ചേംബർ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പൂനെയിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂനെയിലെ വൈകുണ്ഠ ശ്മശാനത്തിൽ നടക്കും. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. 2011 പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് UN നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2024 ഗാഡ്ഗിലിനെ തേടിയെത്തി. മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി AK ശശീന്ദ്രൻ, വയനാട് MP പ്രിയങ്ക ഗാന്ധി, അഹമ്മദ് ദേവർകോവിൽ MLA ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ആവേശകരമായ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 2ാം ദിനം എഴുത്തുകാരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് മേള കാണാനെത്തുന്നത്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ ഹാളിൽ സംഘടിപ്പിച്ച മാതൃകാ നിയമസഭ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പുസ്തകോത്സവത്തിനെത്തുന്നവർക്ക് പാർക്കിംഗിനായി 3 ഇടങ്ങളിൽ സൌകര്യം ഏർപ്പെടുത്തി. സംസ്കൃത കോളേജ് ഗ്രൌണ്ട്, യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൌണ്ട്, LMS ഗ്രൌണ്ട് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആളുകൾ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പ് അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. യാത്രക്കാരുടെ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് അയച്ച കത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 15 സ്റ്റോപ്പുകളാണ് അനുവദിച്ചിട്ടുള്ളത്. ഗുരുവായൂർ എക്സ്പ്രസ്, പാലരുവി എക്സ്പ്രസ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. പത്തനംതിട്ട റാന്നിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. 10ലധികം പേർക്ക് പരിക്ക്. അയ്യപ്പ തീർത്ഥാടകർ സഞ്ചരിച്ച കാറും മിനി ബസും കൂട്ടിയിടിച്ചാണ് അപകടം. ഇടതുമുന്നണി പ്രവർത്തകൻ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിലെത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. UDFന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടാകുമെന്നും അവർ തൃശൂരിൽ പറഞ്ഞു. ഇടതുപക്ഷത്തോട് എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് അനുകൂല നിലപാടാണുള്ളതെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു. 2026 ICC വനിതാ T20 ലോകകപ്പിന്റെ യോഗ്യതാ മത്സരക്രമം പ്രഖ്യാപിച്ചു. ഈ മാസം 14 മുതൽ ഫെബ്രുവരി 1 വരെ നേപ്പാളിലാണ് മത്സരങ്ങൾ. ടൂർണമെന്റിലെ അവസാന 4 സ്ഥാനങ്ങൾക്കായി 10 ടീമുകളാണ് മത്സരരംഗത്തുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.